നഗരസഭ മറ്റക്കാട് ഡിവിഷനിലെ യു.ഡി.എഫ് തെരഞ്ഞെടുപ്പ് ഓഫീസിൽ വിതരണത്തിന് ഭക്ഷ്യക്കിറ്റ് സൂക്ഷിച്ചിരിക്കുന്നതായി എൽ.ഡി.എഫ്. വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നതെന്ന് എൽ.ഡി.എഫ് ആരോപിച്ചു. അതേസമയം യു.ഡി.എഫ് ഓഫീസിന്റെ ഭാഗമല്ല കിറ്റ് സൂക്ഷിച്ചിരിക്കുന്ന മുറിയെന്ന് യു.ഡി.എഫ് നേതാക്കൾ പറയുന്നു. നഗരസഭയിലെ 19ാം ഡിവിഷനായ മറ്റക്കാട് മത്സരിക്കുന്ന യു.ഡി.എഫ് സ്ഥാനാർത്ഥി സാജിദിൻ ചക്കാട്ടിലിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് 10ഓളം ഭക്ഷണ കിറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. വിവരമറിഞ്ഞ എൽ.ഡി.എഫ് പ്രവർത്തകർ ഓഫീസിനു മുന്നിൽ തടിച്ചുകൂടുകയും പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡിനാണ് ഇതിന്റെ അന്വേഷണ ചുമതലയെന്നറിയിച്ച് തിരികെ പോയി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്ന് എൽ.ഡി.എഫ് നേതാക്കൾ പറഞ്ഞു. അതേസമയം കിറ്റുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും കിറ്റ് സൂക്ഷിച്ചിരിക്കുന്ന മുറി തങ്ങളുടേതല്ലെന്നും മറ്റൊരു വ്യക്തിയുടേതാണെന്നും യു.ഡി.എഫ് നേതാക്കൾ പറഞ്ഞു. സ്ഥാനാർത്ഥി നേരിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നതിനെതിരെ പരാതി നൽകിയതിന്റെ വിരോധം തീർക്കാനാണ് എൽ.ഡി.എഫ് ആരോപണമുന്നയിക്കുന്നതെന്നും യു.ഡി.എഫ് നേതാക്കൾ പറഞ്ഞു. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി 19ാം വാർഡിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഈരാറ്റുപേട്ട 19ാം വാർഡില് ഇലക്ഷൻ പ്രമാണിച്ച് കിറ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കിറ്റ് കഴിഞ്ഞ പ്രാവശ്യം അവർ കുറച്ച് കൊടുത്തു. അത് ഞങ്ങളത് കാര്യമാക്കിയില്ല, കൊടുത്തോട്ടെന്ന് ചോദിച്ചു. വീണ്ടും അവർ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. എൽ.ഡി.എഫിന്റെ പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ്. അത് പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പോലീസ് വന്നിട്ടിപ്പോൾ പല ഇലക്ഷൻ സ്ക്വാഡ് വന്ന് അത് കസ്റ്റഡിയിൽ എടുക്കുന്നതായിരിക്കും. പിന്നെ ഇലക്ഷന് വോട്ട് പിടിക്കുന്നത് അതായത് ആശയങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കുന്നതായിരിക്കും അതിന്റെ ഭംഗി. ഇതുപോലെ കിറ്റുകളും പൈസയും കൊടുത്തൊക്കെ വോട്ട് പിടിക്കുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുകയില്ല. അത്തരത്തിലുള്ള പ്രവണത യു.ഡി.എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും അവസാനിപ്പിക്കണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റക്കാട് പ്രദേശത്ത് ഇവിടെ സാജിദ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് യു.ഡി.എഫിന്റെ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മത്സരവുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ഓഫീസുണ്ട്. സമീപത്ത് വേറൊരാളുടെ തങ്കൻ എന്ന് പറയുന്ന ഒരാളുടെ മുറിയിൽ ഭക്ഷ്യക്കിറ്റ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ കലാപത്തിന് വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാം, രാഷ്ട്രീയ എതിരാളികൾ പരാജയ ഭീതി മൂലം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. നമ്മെ സംബന്ധിച്ച് ഇവിടെ പെൻഷനൊക്കെ ഇവിടെ സാധാരണ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് സ്ഥാനാർത്ഥി നേരിട്ട് ചെന്ന അതിന് ആറോട് പരാതി ഞങ്ങൾ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളെയൊക്കെ മറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പ്രക്രിയകൾ, കാരണം പെൻഷൻ കൊടുക്കുക അല്ലെ സേവനങ്ങൾ നടത്തുക മുനിസിപ്പാലിറ്റിയിലും അതുപോലെ ബാങ്കിൻ്റെയൊക്കെ സ്വാധീനിച്ച് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അതിന് ബദലായിട്ട് അവരെ നമ്മുടെ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ആകെ ഒരു ഓഫീസാണുള്ളത്, അതിന്റെ സമീപത്തുള്ള ഒരു മുറിയാണിത്. നമ്മളോട് യാതൊരു ബന്ധവുമുള്ളതല്ല, നമുക്ക് ഏറ്റെടുക്കാനും കഴിയില്ല. നമ്മളല്ലാത്ത ഒരു പാത ഇവിടെ കലാപം സൃഷ്ടിക്കുക. നമ്മെ സംബന്ധിച്ച് കടുവാമൊഴി പ്രദേശത്തും CPM-ന്റെ ആൾക്കാർ നേരിട്ടാണ് പെൻഷൻ കൊടുക്കുന്നത്. അതേപോലെ ഈ വാർഡില് ബഹുമാനപ്പെട്ട നമ്മുടെ ഷിഹാബിന്റെ അമ്മായി വീട്ടിൽ ഡയറക്റ്റ് കൊണ്ടുപോയി സ്ഥാനാർത്ഥി പെൻഷൻ കൊടുക്കുക. ഇത് പരാതിപ്പെട്ടിട്ടുണ്ട്. അതിൽ വിരളി പൂണ്ടിട്ടാണ് ഇവിടെ ഇന്ന് CPM-ന്റെ ആൾക്കാർ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികളുടെ ആൾക്കാർ ചെന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല. നമ്മൾ ഈ കിറ്റും ആയി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല.